നമസ്കാരം, ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ചില ജീവികൾ നമ്മളുടെ ഗ്രഹത്തിലേക്ക് ക്ഷണിക്കപ്പെടാതെ എത്താറുണ്ട്. അങ്ങനെയുള്ള ജീവികൾ എത്തിച്ചേരുമ്പോൾ പലർക്കും അതൊരു വിഷമകരമായിട്ടുള്ള അവസ്ഥ ഉണ്ടാകാറുണ്ട്. എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമോ? ജീവികളുടെ വരവ് നമുക്ക് ദോഷമാണോ ഗുണമാണോ? ഇതൊന്നും പലർക്കും അറിയില്ല. അത്തരത്തിലുള്ള ചില സംശയങ്ങൾ പല പ്രേക്ഷകരോട് ചോദിക്കാറുണ്ട്. ക്ഷണിക്കപ്പെടാതെ ഇത്തരത്തിൽ പക്ഷി മൃഗാദികൾ നമ്മളുടെ ഗ്രഹങ്ങളിലേക്ക് എത്തുമ്പോൾ അത് നമ്മളുടെ ജീവിതത്തിൽ താമസം വിനാ സംഭവിക്കാൻ പോകുന്ന ചില കാര്യങ്ങളുടെ സൂചനകളായിട്ടും നമ്മളുടെ പൂർവികന്മാർ കരുതിയിരുന്നു. സംഭവിക്കേണ്ടതൊക്കെ സംഭവിക്കേണ്ട കാലത്ത് തന്നെ സംഭവിക്കും. എന്നിരുന്നാലും സംഭവിക്കാനുള്ള കാര്യങ്ങളുടെ ഒരു സൂചന ലഭിക്കുന്ന പക്ഷം നമുക്ക് അതൊക്കെ ഒന്ന് വിശ്വാസപൂർവ്വം പ്രാർത്ഥനയോടുകൂടി പരിഹാരം എന്നുള്ള രീതിയിൽ ചെയ്ത് അതിന്റെ ദോഷങ്ങളെ കുറച്ചൊക്കെ ഒന്ന് ശമിപ്പിക്കാനായിട്ട് സാധിക്കും. അശുഭ സംഭവങ്ങളുടെ ദിക്കുകൾക്ക് ചില മാറ്റങ്ങൾ വരുത്തി ആശ്വാസമേകാൻ അതുകൊണ്ട് സാധിക്കും. അത്തരത്തിലുള്ള ഈ പക്ഷി മൃഗാദികളുടെ ആഗമനവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ജനങ്ങൾക്കുള്ള സംശയങ്ങളുടെ ചില മറുപടികൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ പ്രതിപാദിച്ചു പോകാം. എന്തായാലും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ദോഷങ്ങളെ ലഘൂകരിക്കാനുള്ള കഴിവുണ്ട്. ചെറിയ ചെറിയ വീഡിയോകളിലായിട്ടാണ് വിഷയത്തെ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. പാമ്പിനെ കണ്ടാൽ പടയും നടുങ്ങും എന്നാണ് ഒരു പഴമൊഴി പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ഇന്ന് പാമ്പ് നമ്മുടെ ഗ്രഹത്തിൽ കാണപ്പെടുകയാണെങ്കിൽ അഥവാ പുരയിടത്തിലൊക്കെ കാണപ്പെടുകയാണെങ്കിൽ അത് എന്തൊക്കെ ഫലങ്ങളെ നൽകും എന്നുള്ളതൊന്നും പരിശോധിക്കാം. പാമ്പിനെ കാണുന്ന പക്ഷം അത് സംഭവിക്കാൻ പോകുന്ന പ്രധാന സംഭവത്തിന്റെ സൂചനയായിട്ട് പറയാറുണ്ട്. ക്ഷേത്ര ശ്രീകോവിലിനുള്ളിലാണ് പാമ്പിനെ കാണുന്നത് എങ്കിൽ ഉടൻ തന്നെ അത് ദേവപ്രശ്നം നടത്തി പരിഹാര കർമ്മങ്ങളെയും കാര്യങ്ങളെയും അറിയേണ്ടതാണ്. നമ്മുടെ പൂർവികർ നാഗാരാധനയ്ക്ക് പ്രാധാന്യം നൽകിയിരുന്നു. കുലത്തിലെ പ്രമുഖനായിട്ടുള്ള കാരണവന്മാർ തന്നെയായിരുന്നു ആരാധന നടത്തിയിരുന്നത്. ഇന്ന് കാലം മാറി അത് താന്ത്രിക വിധാനത്തിലേക്ക് മാറിയിരുന്നു. കാലാന്തരത്തിൽ അത്തരത്തിൽ നാഗാരാധനയ്ക്ക് പല അപജയങ്ങളും സംഭവിച്ചിട്ടുണ്ട്. പല സർപ്പക്കാവുകളും വെട്ടിത്തെളിച്ച് ക്ഷേത്രങ്ങൾ രൂപീകരിച്ച് നാഗാരാധനയ്ക്ക് മാറ്റം വരുത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ കാലാന്തരത്തിൽ അതിന് അപജയം സംഭവിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയണം. അതിന് പല ജ്യോത്സ്യന്മാരും പല തന്ത്രികളും വേണ്ട ഒത്താശയും നൽകിയിരുന്നു. വീടിനുള്ളിൽ പാമ്പിനെ കണ്ടാൽ അത് നാഗരാജ ക്ഷേത്രത്തിലോ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലോ ശിവക്ഷേത്രത്തിലോ ഒക്കെ പോയി ശക്തിയുക്ത വഴിപാടുകളെ ചെയ്ത് ദോഷശാന്തി വരുത്തേണ്ടതാണ്. അനുഷ്ഠിക്കാൻ മറന്നുപോയ വഴിപാടുകളുടെ ഓർമ്മപ്പെടുത്തലായിട്ടും നാഗദർശനം പാമ്പിനെ ദർശിക്കുന്നത് കരുതാറുണ്ട്. ശിവഭഗവാന്റെ പ്രധാന ഹാരമായിട്ടുള്ള വാസുകി നാഗരാജാക്കന്മാരിൽ പ്രധാനിയാണ്. അതുകൊണ്ട് തന്നെ നാഗങ്ങളെ പാമ്പുകളെ ഗ്രഹത്തിൽ കാണുന്ന പക്ഷം അത് ശിവപ്രീതിയുടെ ലക്ഷണമായിട്ടും പറയാറുണ്ട്. മഞ്ഞച്ചേരയാണ് അത്തരത്തിൽ പൊതുവായിട്ട് നമ്മളുടെ ഗ്രഹത്തിലും പുരയിടത്തിലും കാണുന്ന ഇത് പൊതുവെ നിരുപദ്രവകാരിയാണ്. ഈ മഞ്ഞച്ചേര കിഴക്ക് വടക്ക് ദിക്കുകളിലൊക്കെ കാണുന്ന പക്ഷം അത് ശിവഭഗവാന്റെ അനുഗ്രഹത്തെ സൂചിപ്പിക്കുന്നു. പൊതുവെ പാമ്പുകൾ ഗ്രഹത്തിലോ പുരയിടത്തിലോ ഒക്കെ കയറുന്നത് അനുഗ്രഹത്തെയും ഐശ്വര്യത്തെയുമാണ് സൂചിപ്പിക്കുന്നത്. എന്നിരുന്നാലും ജനങ്ങൾക്ക് അത് ഭീതി ഉളവാക്കുന്നതാണ്. വീടിന്റെ പ്രധാന വാതിലിലൂടെ പാമ്പ് അകത്തേക്ക് കയറുന്ന പക്ഷം കുടുംബാംഗങ്ങൾ തമ്മിൽ കലഹിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുമെന്നാണ് വിശ്വാസം. പുറകിലത്തെ വാതിൽ വഴിയാണ് പാമ്പ് അകത്തേക്ക് കയറുന്നതെങ്കിൽ വീട്ടിലെ അന്തേവാസികൾക്ക് കാര്യമായിട്ടുള്ള ആരോഗ്യ പ്രശ്നം ഉണ്ടാകുമെന്നാണ് സൂചന. അതേപോലെ തന്നെ അടുക്കളയിൽ പാമ്പിനെ കാണുന്ന പക്ഷവും വീട്ടിലെ അന്തേവാസികൾക്ക് ആരോഗ്യ പ്രശ്നം ഉണ്ടാകാനുള്ള സാഹചര്യമുണ്ട് എന്നാണ് പറയുന്നത്. പൂജാമുറിയിലാണ് പാമ്പിനെ കാണുന്നതെങ്കിൽ അത് കടുത്ത ശത്രുദോഷത്തെ സൂചിപ്പിക്കുന്നു. കിടപ്പുമുറിയിൽ പാമ്പിനെ കാണുന്ന പക്ഷം തൊഴിൽ നഷ്ടം, ധനനഷ്ടം എന്നിവയൊക്കെയാണ് ഫലം. പത്തി വിടർത്തി നിൽക്കുന്ന പാമ്പിനെയാണ് കാണുന്നതെങ്കിൽ ശത്രുദോഷത്തെ സൂചിപ്പിക്കുന്നു. അത് സ്വപ്നത്തിലാണ് കാണുന്നതെങ്കിൽ പ്രബലനായിട്ടുള്ള ഒരു ശത്രു ഉണ്ട് എന്നുള്ളതിന്റെ സൂചനയാണ്. രണ്ടു പാമ്പുകൾ ഒരുമിച്ച് ഇഴഞ്ഞു നിൽക്കുന്നത് സ്വപ്നത്തിലോ നേരിട്ടോ ഒക്കെ കാണുന്ന പക്ഷം അത് ശുഭകരമായിട്ടുള്ള ദർശനമാണ്. പാമ്പിനെ കൊല്ലുന്നതായിട്ടാണ് നാം സ്വപ്നം കാണുന്നതെങ്കിൽ അത് ശത്രുവിന്റെ മേൽ നമുക്കുള്ള വിജയത്തെ സൂചിപ്പിക്കുന്നതായിട്ടാണ് പറയുന്നത്. പാമ്പ് വെറുതെ ഒരിടത്ത് കിടക്കുന്നതായിട്ടോ അല്ലെങ്കിൽ കടിക്കുന്നതായിട്ടോ ഒക്കെ സ്വപ്നം കാണുന്ന പക്ഷം മരണം വരെ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു അപകടത്തെ നമ്മളിൽ നിന്ന് ഒഴിവായി എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. വയറ്, മാറിടം എന്നിവിടങ്ങളിൽ പാമ്പ് വീഴുന്നതായിട്ട് സ്വപ്നം കാണുന്ന പക്ഷം മംഗല്യഭാഗ്യം എത്തി എന്നുള്ള സൂചനയാണ്. പാമ്പും നാഗങ്ങളും ഒന്നല്ല. പാമ്പ് സാധാരണയായി നമ്മളുടെ തൊടിയിലും മറ്റും കാണപ്പെടുന്ന വലിയ ഉരകവർഗത്തിലുള്ള ജീവിയാണ്. എന്നാൽ നാഗങ്ങൾ ഒരു ചെറുവിരലോളമോ അല്ലെങ്കിൽ ഏകദേശം ഒരടിയോളമോ ഒക്കെ പരമാവധി നീളമുള്ള
സ്വർണ്ണ നിറത്തിലോ കറുത്ത നിറത്തിലോ ഒക്കെയുള്ള ചെറിയ ഉരകജീവിയാണ്. പാമ്പിന്റെ വംശത്തിൽ തന്നെ പെടുന്ന ജീവിയാണ്. നാഗങ്ങൾ വീടിനുള്ളിലേക്ക് കയറുക അത്യപൂർവമാണ്. ഇങ്ങനെ സംഭവിക്കുന്ന പക്ഷം അത് ശുഭകരമായിട്ടാണ് പറയുന്നത്. ഒന്നിലധികം നാഗങ്ങളോ അല്ലെങ്കിൽ 3 തവണയോളം ഒരേ നാഗമോ ഒക്കെ വീട്ടിലേക്ക് എത്തുന്ന പക്ഷം നാഗാരാധനയുടെ കുറവിനെ ഓർമ്മപ്പെടുത്തുന്നതായിട്ടാണ് അതിന്റെ സൂചന. വീട്ടിലെത്തുന്ന പാമ്പിനെ പലരും തല്ലിക്കൊല്ലാറുണ്ട്. അതേപോലെ തന്നെ ശരീരത്തിൽ ചൂടുവെള്ളം, മണ്ണെണ്ണ ഇവയൊക്കെ ഒഴിച്ച് അതിനെ ഉപദ്രവിക്കാറുണ്ട്. കേരളം നാഗങ്ങളുടെ ഭൂമിയായിട്ടാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ നാം അതിനെ ഉപദ്രവിക്കാതിരിക്കുക, മറ്റു മാർഗങ്ങൾ ഉപയോഗിച്ച് അതിനെ വീടിനുള്ളിൽ നിന്ന് അവയുടെ ആവാസ കേന്ദ്രങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നാം ചെയ്യേണ്ടത്. പാമ്പ്, ഗരുഡൻ എന്നിവർ നമ്മളുടെ പ്രത്യക്ഷ ദൈവങ്ങളായിട്ടാണ്, അതായത് നമ്മളുടെ കണ്ണിൽ കാണാൻ സാധിക്കുന്ന ദൈവങ്ങളായിട്ടാണ് കരുതപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ വിശ്വാസപൂർവ്വം അവയോട് പ്രാർത്ഥിച്ചാൽ എന്തും നമുക്ക് ലഭിക്കും എന്നുള്ളതാണ് പലരുടെയും അനുഭവ സാക്ഷ്യം. നിങ്ങൾക്ക് വിശ്വസിക്കുകയോ വിശ്വസിക്കാതിരിക്കുകയോ ചെയ്യാം. പരമാവധി സർപ്പങ്ങളെയോ പാമ്പുകളെയോ ഉപദ്രവിക്കാതിരിക്കുക. ഈ ഭൂമിയിൽ എല്ലാവർക്കും ജീവിക്കാനുള്ള അവകാശമുണ്ട്. നമുക്ക് ഉപദ്രവങ്ങൾ ഉണ്ടാകാത്ത രീതിയിൽ അതിൽ നിന്ന് സംരക്ഷണം നേടുക മാത്രമാണ് നാം ചെയ്യേണ്ടത്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വിഷയങ്ങളും വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.